ദൈവത്തിന് മഹത്വം. ഇബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. യേശുക്രിസ്തു നേற்றும் ഇன்றும் என்றும் മാറാதவராய் இருக்கிறார். ദൈവത്തിന് സ്തോത്രം. ഇബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിൽ യേശുക്രിസ്തു ഇന്നലെ എന്ന വിഷയമായിരുന്നു നാം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പമായി ചിന്തിച്ചു കൊണ്ടിരുന്നത്. യേശുക്രിസ്തു ഇന്നലെ എന്ന വിഷയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനാദി നിത്യത മുതൽ കാൽവറി ക്രൂശ് വരെയുള്ളതായ സംഭവങ്ങളുമായി, അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ക്രിസ്തു എപ്രകാരമായിരുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെ എന്ന വിഷയത്തിൽ അതങ്ങനെ തീർന്നു പോവുകയല്ലായിരുന്നു. അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന അനവധി അനുഗ്രഹങ്ങളും പ്രത്യാശ നിറഞ്ഞ അനുഭവങ്ങളും ഉള്ളതുകൊണ്ടാണ് നാം അതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനെ 7 ഭാഗങ്ങളായി തിരിച്ച് നാം ചിന്തിച്ചിരുന്നു. യേശുക്രിസ്തു ഇന്നലെ എന്നുള്ളതിൻ്റെ ഭാഗം. അതിലെ ഒടുവിലത്തെ ഭാഗമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടനുബന്ധിച്ച വിഷയമായിരുന്നു നാം ചിന്തിച്ച് തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൽ ഒരു 3 വിഷയം അല്പമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. അത് ക്രിസ്തുവിൻ്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുന്നതായ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച 3 വിധ പാടുകളായിരുന്നു. അതിലൊന്നാണ് ഗത്സമനയിലെ തൻ്റെ ഹൃദയം പൊട്ടുന്ന സന്ദർഭം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ മുഴുഭാരവും, അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം എന്ന് പറയുമ്പോൾ അന്ന് ലോകത്തിലുണ്ടായിരുന്ന സകല മനുഷ്യരുടെയും, തുടർന്ന് ലോകത്തിൽ ജനിപ്പാനിരിക്കുന്ന സകല മനുഷ്യരുടെയും, ഇന്ന് ലോകത്തിൽ ഏതാണ്ട് ജനസംഖ്യ 800 കോടിയോടടുക്കുന്നു. എന്നാൽ ക്രൂശ് മരണം മുതൽ ജനിച്ച് മരിച്ചവരുടെ എണ്ണം അതിനേക്കാളുണ്ട്. എത്രയോ മനുഷ്യർ പ്രകൃതിക്ഷോഭങ്ങൾ നിമിത്തം, പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം, അനർത്ഥങ്ങൾ നിമിത്തം, മാരക രോഗങ്ങൾ നിമിത്തം, ഏതെല്ലാം വിധത്തിൽ, യുദ്ധങ്ങൾ നിമിത്തം, ഭൂകമ്പങ്ങൾ നിമിത്തമൊക്കെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടവരുടെ കണക്കുകൾ നോക്കിയാൽ അതിലും വലിയ സംഖ്യ. ഇങ്ങനെ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നിൽ വഹിക്കുന്ന അനുഭവത്തെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം കഴിഞ്ഞിട്ട് പിന്നെയും അതിലൊഴിക്കുമ്പോൾ അത് കവിഞ്ഞൊഴുകും. ഒരു ബലൂണിൽ വായു നിറച്ചാൽ അതിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് പിന്നെയും അതിൽ നിറച്ചാൽ അതിൻ്റെ പരമാവധി വീർത്തതിന് ശേഷം ഒടുവിൽ അത് പൊട്ടിച്ചിതറുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിനപ്പുറത്തായിട്ട് ഈ മനുഷ്യ ഹൃദയത്തിൽ അവൻ പൂർണ്ണതയും പൂർണ്ണ മനുഷ്യനുമായിരുന്നു എന്ന് തൻ്റെ ശുശ്രൂഷകളിലൊക്കെ വെളിപ്പെടുത്തി. സ്തോത്രം. അപ്പോൾ തന്നെ താൻ ക്രൂശിൽ മരിക്കുമ്പോൾ മനുഷ്യന്റെ ഒരു ഭാഗം, ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന സകല വേദനകളും അനുഭവിക്കുന്ന ആ കൊച്ചു ഹൃദയത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ മനുഷ്യരുടെയും പാപം അഥവാ പാപഭാരം ആ ഹൃദയത്തിലേക്ക് വരുമ്പോൾ
ആ ഹൃദയം വികസിച്ച് പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ആ ഹൃദയത്തിൻ്റെ ഭാരം താങ്ങാവുന്നതിലും ഏറ്റവും ഭയങ്കര ഭാരമായിത്തീരുന്നു. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിച്ചാൽ, ലോകത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഭാരങ്ങളിൽ ഏറ്റവും വലുത് പാപഭാരമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പല വിധത്തിലുള്ള ഭാരം ചുമക്കുന്ന മനുഷ്യരുണ്ട്. ഒരു കമ്പനി നടത്തിയാൽ ആ കമ്പനിയെ കുറിച്ച് ഭാരമുണ്ടാകും. ഒരു സ്കൂൾ നടത്തിയാൽ ആ സ്കൂളിനെ കുറിച്ച് ഭാരമുണ്ടാകും. ഒരു ജോലിയിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ ജോലിയെക്കുറിച്ച് ഭാരമുണ്ടാകും. ഇങ്ങനെ പല വിധത്തിലുള്ള ഭാരങ്ങൾ, ഉത്തരവാദിത്വത്തിലൂടെ ലഭിക്കുന്ന അനവധി ഭാരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശാസ്ത്രീയ ലോകങ്ങളിലെ ഉന്നതന്മാരായ ചില വ്യക്തികൾ അവിവാഹിതരായി തീർന്നതിൻ്റെ കാരണം അവരുടെ കണ്ടെത്തലുകൾ നിമിത്തം, അതിൽ അവരുടെ മനസ്സ് ഇറങ്ങിച്ചെന്നത് നിമിത്തമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല എന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ പല ലോകത്തിലെ പല ഉത്തരവാദിത്വങ്ങൾ നിമിത്തം ഒരു കുടുംബജീവിതത്തെ പോലും മറന്നുപോയ മനുഷ്യരുണ്ട്. കാരണം ആ ഭാരം കയറിയപ്പോൾ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇങ്ങനെയുള്ള സകല ഉത്തരവാദിത്വത്തിലൂടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭാരങ്ങളെക്കാൾ ഏറ്റവും വലിയ ഭാരമാണ് പാപത്തിൻ്റെ ഭാരം. അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഭാരം ഒന്ന് തൂക്കി നോക്കിയാൽ അതെത്ര വലുതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചാൾസ് ഫിന്നി എന്നൊരു മനുഷ്യൻ കർത്താവിനെ കണ്ടുമുട്ടിയതിനെ കുറിച്ച് ഒരിക്കൽ ഞാൻ ഓർപ്പിച്ചുള്ളതാണ്. അദ്ദേഹം ഒരു ലോ കോളേജിൽ പഠിക്കാൻ പോയ മനുഷ്യനാണ്. ഒരു നല്ല അഡ്വക്കേറ്റായി, ഒരു നല്ല ജഡ്ജിയായി തൻ്റെ ഭാവി ജീവിതം ചിലവഴിക്കാൻ വേണ്ടിയായിരുന്നു താൻ ആ പഠനത്തിന് വേണ്ടി ലോ കോളേജിൽ പോയത്. എങ്കിലും തൻ്റെ പഠനം തുടങ്ങിയപ്പോൾ നിയമങ്ങളുടെ, ലോകത്തിലെ സകല നിയമങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥം ബൈബിളാണെന്ന് പണ്ഡിതരിലൂടെ താൻ മനസ്സിലാക്കി. ഒന്നുകൂടെ പറഞ്ഞാൽ, നിയമങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം മോശയുടെ ന്യായപ്രമാണം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇങ്ങനെ ഈ ന്യായപ്രമാണ ഗ്രന്ഥമാണ് സകല നിയമങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥമെന്ന് കോളേജിലെ പഠനത്തിലൂടെ മനസ്സിലാക്കിയ വ്യക്തി അന്ന് മുതൽ നിയമം ശരിയായി പഠിക്കേണ്ടതിന് വേണ്ടി ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ആ വായന ആവർത്തന പുസ്തകം വരെ വായിച്ചാൽ മതിയായിരുന്നുവെങ്കിലും ആ വായന തുടങ്ങിയപ്പോൾ നിർത്തുവാൻ തനിക്ക് തോന്നിയില്ല. അങ്ങനെ പഴയ നിയമം മുഴുവൻ വായിച്ചു തീർന്ന് പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിൽ വലിയ ചലനമുണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം തുടങ്ങിയുള്ള കാര്യങ്ങളും കാൽവരി ക്രൂശിലെ മരണം വരെയുള്ള കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ താനൊരു വലിയ പാപിയാണെന്നും പാപം മനുഷ്യനെ നിത്യ നരകത്തിൽ എത്തിക്കുമെന്നും ഇതിനുള്ള ഒരേ വഴി കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ പാപത്തിൻ്റെ ഭാരത്തിൻ്റെ ഭയാനകത നിമിത്തം താൻ പലപ്പോഴും ഒറ്റപ്പെട്ട് തൻ്റെ സമയം ചിലവഴിച്ചിരുന്നു. തന്നെക്കുറിച്ച് ഞാനൊരു ബുക്കിൽ വായിച്ചത്, താൻ കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിലൊക്കെ പോയി ഒരു ഭ്രാന്തനെ പോലെ തൻ്റെ സമയം ചിലവഴിച്ചു. കാരണം തൻ്റെ പാപത്തിൻ്റെ ഭാരം തന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഒടുവിൽ താൻ ഒരു സ്ഥലത്ത് നിന്ന് മുട്ടുമടക്കിക്കൊണ്ട്, ചില വൃക്ഷങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ മറ്റാരും കാണാതെ മുട്ടുമടക്കിക്കൊണ്ട്, കർത്താവേ, ഈ പാപമാകുന്ന ഭാരം എന്നിൽ നീങ്ങാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് താൻ പ്രാർത്ഥനയിൽ തുടർന്ന് അങ്ങനെ തുടരുമ്പോൾ കാൽവറി ക്രൂശിനെ കുറിച്ചുള്ള ദർശനം തനിക്കുണ്ടാകുകയും ക്രൂശിലെ രക്തം തൻ്റെ ശരീരത്തിലേക്ക്, തൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതായിട്ടും ആ പാപ ഭാരം ക്രൂശിലെ രക്തത്തിൽ കൂടെ മായ്ക്കപ്പെടുന്നതായിട്ടും താനൊരു ഭാരമില്ലാത്ത മനുഷ്യനെ പോലെ സന്തോഷത്തോടെ കുതിച്ചെഴുന്നേൽക്കുകയും ലോ കോളേജിലേക്കുള്ള തൻ്റെ തുടർ പഠനം പൂർത്തിയാകാതെ താൻ അന്ന് മുതൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു ദൈവഭക്തനായി മാറുകയും ചെയ്ത ചരിത്രമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത്, പാപത്തിന്റെ ഭാരം ഏറി വരുമ്പോൾ ഒരു മനുഷ്യൻ നേരെ നിൽക്കാൻ കഴിയില്ല.
ഒരു വ്യക്തിയുടെ ഭാരം അത്രമാത്രം ആ വ്യക്തിയുടെ തല കുനിയിക്കുന്നതാണെങ്കിൽ, സമാധാനം നഷ്ടപ്പെടുന്നതാണെങ്കിൽ, 10 പേരുടെ ഭാരം ഒരു വ്യക്തി ഏറ്റെടുക്കുമ്പോൾ എത്രയധികം വേദനയായിരിക്കും. 100 പേരുടെ ഭാരം ഒരു വ്യക്തി ഏറ്റെടുത്താൽ അതെങ്ങനെ ഹൃദയത്തിന് താങ്ങും? ഇങ്ങനെ കോടിക്കണക്കിന് മാനവജാതി ചെയ്തു കൂട്ടിയ സകല പാപത്തിന്റെയും ഭാരം ഹൃദയത്തിൽ ഏറ്റെടുക്കുമ്പോൾ കർത്താവ് അനുഭവിച്ച ഗതശമനയിലെ പാപത്തിന്റെ ഭാരം ഒരിക്കലും ചിന്തിച്ച് തീർക്കുവാൻ കഴിയില്ല. തന്റെ ഹൃദയം പൊട്ടി തകരുകയാണ്. ഈ സമയത്ത് യേശുവിന്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകേണ്ടതാണ്. എന്നിട്ടും ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? താൻ നമുക്ക് വേണ്ടി അനുഭവിച്ച് തീർക്കേണ്ട പാടുകൾ ഇനിയും അനേകമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ മരണത്തിനേറ്റതായ മുറിവായിരുന്നു തൻ്റെ മുൾക്കിരീടം വെച്ചടിക്കുന്ന ആ ഭാഗം. ദൈവത്തിന് സ്തോത്രം. മുൾക്കിരീടം വെച്ച് തൻ്റെ തലയിൽ ആഞ്ഞടിക്കുമ്പോൾ താൻ അനുഭവിച്ച വേദന. ദൈവത്തിന് സ്തോത്രം. അറബിയിലെ കാട്ടുകളിലുള്ള നെബ്യൂള വിഭാഗത്തിലുള്ള ഒരുതരം വിഷമുള്ളായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ശരീരം തലയിൽ അടിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചതായ മുൾക്കിരീടത്തിനു വേണ്ടി മെടഞ്ഞെടുത്തതായ മുള്ളെന്നാണ് പറയുന്നത്. 4 ഇഞ്ചോളം നീളം അതിനുണ്ട്. ആ മുള്ളുകൾക്കൊക്കെ വിഷം നിറഞ്ഞതാണ്. ദൈവത്തിന് സ്തോത്രം. ആ മുള്ളുകൾ ചേർത്ത് പിണച്ച് ഉണ്ടാക്കിയതായ ആ കിരീടം കർത്താവ് യേശുക്രിസ്തുവിന്റെ തലയിലേക്ക് വെച്ചിട്ട് കോലുകൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ തലയോട്ടി കിടിച്ച് ബ്രെയിനിനുള്ളിലേക്ക് ഈ മുള്ളുകൾ വരികയും കണ്ണിലൂടെ പല മുള്ളുകൾ വെളിയിൽ വന്നതായി ചരിത്രം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു തൽക്ഷണം മരിക്കേണ്ട സംഭവമായിരുന്നുവെങ്കിലും താൻ മരിക്കാത്തതിന്റെ കാരണം ഇനിയും താൻ അനുഭവിച്ചു തീർക്കേണ്ടത് പലതും ഉണ്ടായിരുന്നു. യേശുവിന്റെ ചാട്ടവാറിനാലുള്ള അടി എന്ന് പറയുന്നത് അതിനേക്കാൾ ഹൃദയഭേദകമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിഭയാനകമായ അവസ്ഥയാണ് ചാട്ടവാറിനാലുള്ള അടി. ദൈവത്തിന് സ്തോത്രം. ആ ചാട്ടവാറിനാൽ അടിക്കുമ്പോൾ യേശു തൽക്ഷണം മരിച്ചു പോകാം. എന്നിട്ടും യേശു മരിച്ചില്ല. കാരണം യേശു പിന്നെയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുഭവിച്ച് തീർക്കേണ്ടത് പലതും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ മരണകരമായ ഈ മുറിവുകളുടെ 3 പാർട്ടുകൾ അല്പമായി നാം ചിന്തിച്ച വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. പ്രധാനമായി 3 സ്റ്റെപ്പുകളായിട്ട് അതിനെ കാണാൻ സാധിക്കും. 1 ഗത്സമനയാണ്. 2 ഗബഥ എന്ന കൽത്തളമാണ്. 3 ഗോൽഗോഥ എന്ന കാൽവരി മലയാണ്. ദൈവത്തിന് സ്തോത്രം. ഗത്സമനയിലെ പാടുകളെ കുറിച്ച് നാം ചിന്തിച്ചിരുന്നല്ലോ. ഹൃദയം പൊട്ടി തകരുമ്പോൾ തൻ്റെ രക്തമെല്ലാം വീഴുന്നതിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ലൂക്കോസ് 22:44 വായിക്കുമ്പോൾ വലിയ ചോരത്തുള്ളികൾ എന്നാണ്. വലിയ ചോരത്തുള്ളികൾ. ദൈവത്തിന് സ്തോത്രം. ആ വലിയ ചോരത്തുള്ളികൾ രോമകൂപത്തിലൂടെ വെളിയിലേക്ക് പോകുന്ന ആ കാഴ്ച കാണുമ്പോൾ ഒരു പരിശുദ്ധനായ കർത്താവ് തൻ്റെ ശരീരം മുഴുവൻ രക്തം നിറഞ്ഞവനായി കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. പുറമേയുള്ള യാതൊരു മുറിവും ഏൽക്കാതെ തന്നെ ശരീരം മുഴുവൻ രക്തത്തിൽ കുളിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയം എത്രമാത്രം പൊട്ടി തകർന്നുപോയി. ഈ രക്തം അല്പം ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ സാധാരണയായി മനുഷ്യന്റെ ശരീരത്തിന്റെ ബലമെല്ലാം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുപോയി ക്ഷീണിച്ച് അവശരായവരും എഴുന്നേൽക്കാൻ കഴിയാത്തവരുമായ എത്രയോ മനുഷ്യരുണ്ട്. ഒരിക്കൽ ഒരു ഡോക്ടർ, MBBS ഡോക്ടർ കർത്താവിന്റെ കാൽവരി മരണത്തെക്കുറിച്ച് വായിച്ചിട്ട് താൻ അത്ഭുതപ്പെട്ട് മൗനമായി ദിവസങ്ങൾ പോയി എന്നാണ്. കാരണം യേശുക്രിസ്തുവിന്റെ മുറിപ്പാടുകളെ ഓർത്താൽ ഒരു മനുഷ്യനും ആ നിലയിൽ ജീവിക്കാൻ സാധ്യവുമല്ല. അങ്ങനെയുള്ളൊരു വേദന ശരീരത്തിൽ സഹിക്കാൻ പറ്റുന്നുമല്ല. അതിൽ ഓരോ മുറിവിലും അത്ഭുതങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാണ് ആ ഡോക്ടർ വിശദീകരിച്ചത്. കാരണം ഇങ്ങനെ ഹൃദയം പൊട്ടിയ ഒരു മനുഷ്യൻ പിന്നീട് ഒരു നിമിഷം പോലും ജീവിക്കുകയില്ല എങ്കിലും
ഇതാ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മാനവ വർഗത്തിനു വേണ്ടി ഇത്രമാത്രം വേദന ഹൃദയം പൊട്ടി താൻ അനുഭവിക്കുമ്പോഴും മറ്റൊന്ന് താൻ ആ ഭാരം ഹൃദയത്തിൽ വഹിക്കുകയും തുടർന്ന് ക്ഷീണിച്ച് കിടക്കുകയല്ല. ഈ സമയത്ത് ഒരു മനുഷ്യൻ മുട്ടുകുത്തി നിൽക്കാൻ സാധ്യമല്ലെന്നാണ് വൈദ്യശാസ്ത്രം പോലും പറയുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചത് ഒരു അത്ഭുതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ താൻ എത്രയധികം വേദനയും ബന്ധപ്പാടുകളും ഭാരവും തൻ്റെ ശരീരത്തിലും ആത്മാവിലും ഹൃദയത്തിലും എത്രത്തോളം വഹിച്ചു എന്നുള്ളത് ഗത്സമനയിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമായിട്ട് ഈ സമയത്തും താൻ പ്രാർത്ഥിച്ചത് 1-2 മിനിറ്റല്ല, മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് തുടങ്ങിയ അപ്പോസ്തലന്മാരോട് യേശു ചോദിക്കുന്നത്, ഒരു നാഴിക എങ്കിലും എന്നോടുകൂടെ ഉണർന്നിരിപ്പാൻ പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലേ? ഏറ്റവും കുറഞ്ഞൊരു 3 മണിക്കൂർ പ്രാർത്ഥന അവിടെ കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന ബലഹീന ശരീരത്തിൽ രക്തം വാർന്നൊഴിച്ചുകൊണ്ട് എങ്ങനെ മുഴുമിപ്പിക്കാൻ സാധിക്കും? എങ്കിലും ആ പ്രാർത്ഥന കൺട്രോൾ ചെയ്തിട്ടാണ് കർത്താവ് അവിടുന്ന് എഴുന്നേൽക്കുന്നത്. വരുമ്പോൾ പ്രാർത്ഥിപ്പാനായി തനിക്ക് ആശ്വാസത്തിനെ കൊണ്ടുപോയി ശിഷ്യഗണങ്ങളെല്ലാം ഉറങ്ങുന്നത് കാണുമ്പോൾ എത്രയധികം വേദനയുണ്ടാകും. ഇവിടെ ഇതാ ഒരുവൻ ആത്മാവിലും ശരീരത്തിലും ഹൃദയത്തിലും ഒരുപോലെ വേദനപ്പെടുമ്പോൾ തനിക്ക് സഹായിയായി കൊണ്ടുപോയ ശിഷ്യന്മാർ ഇതൊന്നും അറിയാതെ ഉറങ്ങുമ്പോൾ ഉണ്ടാകേണ്ട വേദന അതിനേക്കാൾ വലുതാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, ഒരു പറച്ചിലുണ്ട്, അമ്മയ്ക്ക് പ്രസവ വേദന, മോൾക്ക് വീണവായനെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു പറച്ചിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഒരു വലിയ വേദന ശരീരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇതറിയാതെ, ഇതിനെ ശ്രദ്ധിക്കാതെ, ഇതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാതെ ശിഷ്യഗണങ്ങൾ ഉറങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, അവരോടും വന്ന് പറയുകയാണ്, ഒരു നാഴികയെങ്കിലും ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ലേ എന്നോർത്ത് അവൻ ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 3-ാം പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തുവോട് വന്നിട്ട് പറയുകയാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നതിന് മുൻപ് അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വലിയൊരു പുരുഷാരം വാളും വടികളുമായിട്ട് ഒരു ക്രൂരനെ, ഒരു ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ എങ്ങനെ കൊല ചെയ്യാം എന്നുള്ള നിലയിൽ സാധുവായ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച് ക്ഷീണിതനായി ബലമില്ലാത്തവനായി നിൽക്കുമ്പോൾ വാളും വടികളുമായിട്ട് ഒരു ക്രൂരന്റെ നേരെ വരുന്നത് പോലെ അവർ വന്നതിന് ശേഷം അവർ പെരുമാറിയ ഭാഗങ്ങൾ അടുത്ത പാർട്ടാണ്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തുടർന്നുള്ള ശിക്ഷാവിധികളിലേക്ക് വരുമ്പോൾ ഇവർ ചെയ്യുന്ന ചില പ്രവർത്തികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിനെ കൊല്ലുവാനുള്ള ചിന്താഗതിയോടുകൂടെ ഒന്നാമത് അവൻ്റെ മുഖത്ത് തുപ്പുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിനെ തുപ്പുന്നു. ആയതുപോലെ ആരോഗ്യശാലികളായ അഭ്യസ്തരായ പടയാളികൾ മുഷ്ടി ചുരുട്ടി അവനെ കുത്തുന്നു. തുടർന്ന് അവൻ്റെ മുഖത്തെ രോമങ്ങൾ പിടിച്ച് പറിച്ച് പിഴുതെടുക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. തുടർന്ന് അവനെ കന്നത്തടിക്കുന്നു. അതിനുശേഷമായിട്ട് അവനെ അപമാനിക്കുകയും കോൽ കൊണ്ട് അടിപ്പിക്കുകയും ചെയ്യുന്ന രംഗമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ അപമാനിക്കുന്ന വിവിധ രീതികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് അവൻ്റെ മുഖമെല്ലാം മനുഷ്യരുടെ തുപ്പൽ. ഒരു മനുഷ്യന്റെ മുഖത്ത് തുപ്പിയാൽ എങ്ങനെയിരിക്കും? അത് ഏറ്റവും നീചമായ ഒരു അപമാനമാണ്. അതിനുശേഷമാണ് കണ്ണ് കെട്ടിയിട്ടാണ് തല്ലുന്നത്. മുഷ്ടി ചുട്ടി കുത്തിയതിനു ശേഷം മുഖത്തെ രോമമെല്ലാം പറിച്ചെടുക്കുന്നു. ഉണ്ടാകുന്ന വേദനയും നീറ്റലും വല്ലാത്ത പ്രയാസങ്ങളും അപമാനവും.
കണ്ണ് കെട്ടിയതിനു ശേഷം അവനെ തല്ലുന്നു. അവൻ്റെ തലയിൽ മുൾക്കിരീടം ആഞ്ഞടിച്ചതിന് ശേഷം വച്ചതിന് ശേഷം അവൻ്റെ മുമ്പിൽ രാജാവേ ജയ ജയ എന്ന് അപമാനിച്ച് എത്രമാത്രം അപമാനിക്കാമോ ആ വിധത്തിൽ അപമാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ അപമാനിച്ചു തീർത്തതിന് ശേഷമായിട്ട് തൻ്റെ ശരീരത്തിൽ മുൻപേ ഓർപ്പിച്ചതുപോലെ ആ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ച് തൻ്റെ ശരീരം തകർക്കുകയായിരുന്നു. തൻ്റെ തലയോട്ടി തകർത്തു, തൻ്റെ ശരീരത്തെ തകർത്തു, തൻ്റെ രക്തം വാർന്നൊലിക്കുന്നു. അപമാനിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മോശമായി തന്നെ അപമാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെ അപമാനിച്ചതിന് ശേഷം തുടർന്ന് തൻ്റെ സ്വന്തം വസ്ത്രം മാറ്റിയിട്ട് ഒരു ചുവന്ന വസ്ത്രം തന്നെ ധരിപ്പിക്കുന്നു. ആ ചുവന്ന വസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ, ആ വസ്ത്രം കാണുമ്പോൾ ഭയമുണ്ടാകും. കാരണം തനിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന വേദന അതിനേക്കാൾ ഭയങ്കരമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു വിഷയം ഞാൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ അതിഭയങ്കരമായ ശിക്ഷാ നടപടികൾ അവൻ്റെ മേൽ ചെലുത്തുമ്പോൾ അവൻ ആരായിരുന്നു എന്ന് ഓർക്കണം. യേശു ക്രിസ്തു ആരായിരുന്നു? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിധിച്ച വിവിധ കോടതികളെ കുറിച്ച് ബൈബിൾ പ്രസ്താവിക്കുന്നു. ക്രൂശീകരണത്തിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് യേശു ക്രിസ്തുവിനെ വിധിച്ച വിവിധ കോടതികളെ കുറിച്ചും യേശുക്രിസ്തുവിന് സാക്ഷ്യം പറഞ്ഞ വ്യക്തികളെ കുറിച്ചും ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൊതുവെ ചിന്തിച്ചാൽ മതകോടതികളും രാഷ്ട്ര കോടതികളും യേശുവിനെ വിധിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ വിധികളൊക്കെ മതത്തലവന്മാർ നടത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഒരു മത നിയമമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദൈവസഭയ്ക്കൊരു നിയമമുള്ളതുപോലെ അവരുടെ നിയമങ്ങൾ, ന്യായപ്രമാണം അനുസരിച്ചുള്ള നിയമങ്ങൾ വെച്ച് മനുഷ്യനെ ന്യായം വിധിക്കും. ഈ ന്യായവിധിയിൽ അവനെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ നേതാക്കളാൽ അവരെ ന്യായം വിധിക്കും. ഈ രണ്ട് വിധികളും നടത്തിയ കോടതികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് ഒരു 5 കോടതികളിൽ കർത്താവിനെ വിസ്തരിക്കുകയാണ്. 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്താരം നടത്തുകയാണ്. ഒന്നാമത് നേരം വെളുക്കുന്നതിന് മുൻപേ മുൻ മഹാപുരോഹിതനായ ഹന്നാവിന്റെ മുൻപാകെ ഒരു ന്യായവിധി നടത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 12, 19, 23 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിധിക്കുവാൻ വേണ്ടി ഒരു കോടതി വിചാരണ നടത്തുന്നു. ഈ വിചാരണകളൊക്കെ നടത്തിയതിനു ശേഷം രണ്ടാമത് അപ്പോൾ നിലവിലുള്ള മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അരമനയിലേക്ക് വെച്ച് അവനെ ന്യായം വിധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കയ്യഫാവിന്റെ ആ അരമനയിൽ വെച്ച് നടത്തിയതായ ആ വിചാരണയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 26:57, മർക്കോസ് 14:53 ഈ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ രണ്ടാമത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന ഭാഗം കാണാൻ സാധിക്കുന്നു. മുൻ ന്യായാധിപൻ വിസ്തരിക്കുന്നു, നിലവിലുള്ള ന്യായാധിപൻ വിസ്തരിക്കുന്നു. ഇനി ഇവർക്കെല്ലാം കൂടെ സമ്മതമുള്ളതായ മറ്റൊരു കോടതിയുണ്ട്, ന്യായാധിപ സംഘം, സെന്നിയദ്രി സംഘം എന്നൊക്കെ പറയും. നേരം വെളുത്ത ശേഷമാണ് ഇവിടെ ന്യായം വിധിക്കൽ. ലൂക്കോസ് 22:66 മുതലുള്ള വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്ന് ഓരോരുത്തരും തൻ്റെ മേൽ ചുമത്താൻ എന്ത് പാപമുണ്ടോ അതൊക്കെ ചുമത്താൻ ഓരോ വ്യക്തികൾക്കും അവകാശമുണ്ട്. അനേക വക്കീൽമാർ നിന്നുകൊണ്ട് ഒരു വക്കീലുമില്ലാത്ത ഒരു പ്രതിയെ എങ്ങനെ ഏതെല്ലാം വിധത്തിൽ തിരിച്ചും മറിച്ചും കറക്കിയുമൊക്കെ ചോദ്യം ചോദിച്ച് അവനെ ഒരു വലിയ പാപിയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ ആ വിധത്തിലുള്ള
വിസ്താരമാണ് ന്യായാധിപ സംഘത്തിൽ. അവിടെ ഒരാളല്ല, അനേകരുണ്ട്. അവരാണ് 70ഓളം വരുന്ന വ്യക്തികൾ ചുറ്റും നിന്ന് ഓരോരുത്തരും ഒരു മനുഷ്യന്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ച് അവനെ ഒരു പാപിയുടെ ഗണത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള മൂന്നാമത്തെ വിസ്താരം. നാലാമത് റോമൻ ഭരണാധികാരിയായിരിക്കുന്ന, ഗവർണറായിരിക്കുന്ന പീലാത്തോസിന്റെ മുൻപാകെയുള്ള വിചാരണ. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് അവനെ വിചാരണ ചെയ്യുന്നു. ലൂക്കോസ് 23:1 മുതലുള്ള വേദഭാഗങ്ങളിൽ പീലാത്തോസിന്റെ വിസ്താരത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പെസഹ പെരുന്നാളിന്റെ സമയത്ത് ഗലീലയിലെ റോമൻ ഭരണാധികാരിയായിരുന്ന, അഥവാ റോമൻ ഭരണാധികാരിയാണെങ്കിലും താൻ ആ സമയത്ത് അവിടെ വന്ന് ഗലീലയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അതായത് ഗലീലയിലെ അപ്പോഴത്തെ ഭരണാധികാരിയായിരിക്കുന്ന ഹെരോദാവ് അന്തിപ്പാസ് എന്ന മനുഷ്യന്റെ മുമ്പിൽ വെച്ച് വിസ്തരിക്കപ്പെടുന്നു. ലൂക്കോസ് 23-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വേദഭാഗങ്ങളിൽ അത് കാണാൻ സാധിക്കുന്നു. അപ്പോ ഹെരോദ അന്തിപ്പാസിന്റെ മുമ്പിൽ അഞ്ചാമത്തെ വിസ്താരം നടക്കുകയാണ്. ആറാമത് വീണ്ടും പീലാത്തോസിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഹെരോദാവും പീലാത്തോസും അതുവരെ ശത്രുക്കളായിരുന്നു. യേശുക്രിസ്തുവിന്റെ വിസ്താരത്തോടുകൂടി രണ്ടുപേരും ശത്രുത്വമൊക്കെ മാറ്റി സ്നേഹിതരായി മാറി. പിന്നീട് ഹെരോദാവ് തന്നെ പീലാത്തോസിന്റെ അടുക്കൽ വീണ്ടും അയക്കുകയാണ്. അതാണ് പീലാത്തോസിന്റെ അന്ത്യവിധി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ 5 കോടതികളിൽ, മതക്കോടതികളിലും രാഷ്ട്ര കോടതികളിലുമായിട്ട് 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിക്കുമ്പോഴും ഒരു കുറ്റവും അവന്റെ മേൽ ചുമത്തുവാൻ കഴിഞ്ഞില്ല. പീലാത്തോസ് ആവർത്തിച്ച് ചോദിക്കുന്നു, അവൻ ചെയ്ത ദോഷമെന്ത്, അവൻ ചെയ്ത ദോഷമെന്ത് എന്ന്. ഏതാണ്ട് AD 30കളിൽ റോമൻ ഭരണാധികാരി ചോദിച്ച ചോദ്യത്തിന് ഇന്നയോളം ആർക്കും ആൻസർ പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിലെ ഒരു മനുഷ്യനും യേശു ചെയ്ത ഒരു ദോഷത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. താൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ക്രൂശ് മരണത്തിന് മുൻപ് താൻ ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയും? ലോകത്തിന്റെ പ്രഭുവിന് എന്നോട് ഒരു കാര്യവുമില്ല. മാത്രമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവർ എത്രയോ പേർ. പിശാച് ഒരിക്കൽ യേശുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം എന്തായിരുന്നു? പിശാച് എന്തെങ്കിലും പറയാൻ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും അതെ, പിശാച് യേശുവിനെ കുറിച്ച് പറഞ്ഞത് മർക്കോസ് 1:24 എഴുതിയിരിക്കുന്നത്, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ. മത്തായിലും മർക്കോസിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പിശാച് പറയുകയാണ്, യേശുക്രിസ്തു ഒരു പരിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, അവൻ ചെയ്ത ദോഷമെന്തെന്ന് ചോദിക്കുന്നതിന് മുൻപ് താൻ പറഞ്ഞത് യോഹന്നാൻ 19:6 നമുക്ക് കാണാൻ സാധിക്കുന്നു. തന്നെ വിധിക്കാനിരിക്കുന്ന പീലാത്തോസ് തന്റെ അന്ത്യവിധി നടത്തുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അതാണ് പീലാത്തോസിന്റെ കൽത്തളം. ദൈവത്തിന് സ്തോത്രം. കൽത്തളത്തിൽ ഇരുന്നുകൊണ്ട് അവൻ അന്ത്യവിധി നടത്തുകയാണ്. ഗബഥ എന്ന കൽത്തളം എന്ന് പറയുന്നത് മാർബിൾ ശില കൊണ്ട് ഉണ്ടാക്കിയ ഏതാണ്ട് 6 അടിയോളം ഉയരമുള്ള ഒരു സിംഹാസനമാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവൻ വിധി പുറപ്പെടുവിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. റോമൻ ഗവൺമെന്റിന്റെ വിധി ന്യായം നടത്തുമ്പോൾ 6 അടി ഉയരമുള്ള സിംഹാസനത്തിൽ സർവാധിപത്യത്തോടെ ഇരുന്നു കൊണ്ട് അവൻ വിധി പുറപ്പെടുവിക്കേണ്ടവൻ പറയുകയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിയുമോ എന്നറിയാൻ എല്ലാവരോടും ചോദിച്ചു, അവൻ ചെയ്ത ദോഷമെന്ത്? ആൻസർ ഒരു പൊരുത്തവുമില്ലാത്ത ഒരു ആൻസർ ആയിരുന്നു. എന്താ പറഞ്ഞത്? അവനെ ക്രൂശിക്കാം, അവനെ ക്രൂശിക്കാം. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു,
മത്തായി 27:19 ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവനൊരു നീതിമാനാണ് എന്ന് പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രൂശിലെ കള്ളൻ പറഞ്ഞു, അവനോ അരുതാത്തതൊന്നും ചെയ്തില്ല, നാം ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. ലൂക്കോസ് 23:41 കാണാൻ സാധിക്കുന്നു. ക്രൂശിലെ കള്ളൻ പറയുകയാണ്, അരുതാത്തതൊന്നും അവൻ ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒടുവിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാണൻ പോകുമ്പോൾ ലോകത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട്, പ്രാണൻ വെടിയുന്ന ആ സന്ദർഭം കണ്ടുകൊണ്ട് ശതാധിപൻ പറയുകയാണ്, അല്ലെങ്കിൽ 100 പേർക്ക് അധിപതിയായവൻ വിളിച്ചു പറയുകയാണ്, അവൻ അതെ, അവൻ ദൈവഭക്തനായിരുന്നു, സത്യം. ദൈവത്തിന് സ്തോത്രം. അവന്റെ പ്രാണൻ പോകുന്ന സന്ദർഭവും ക്രൂശിലെ കഷ്ടമെല്ലാം കണ്ടിട്ട് പറയുകയാണ്, സ്തോത്രം, അവൻ ദൈവഭക്തനായിരുന്നു, സത്യം. മത്തായി സുവിശേഷം 54 വാക്യത്തിലുണ്ട്. മാർക്കോസ് 15:39 അവൻ ദൈവഭക്തനായിരുന്നു, സത്യം. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ഒരാളായിരുന്നു പടയാളി. ദൈവത്തിന് സ്തോത്രം. പടയാളി അവനെ വിലാപ്പുറത്തേക്ക് കുന്തം കൊണ്ട് ആഞ്ഞു കുത്തുമ്പോൾ, രക്തവും വെള്ളവും വാർന്നൊഴുകുമ്പോൾ, സ്തോത്രം, അതെ, അവൻ സാക്ഷാൽ അവനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. യോഹന്നാൻ 19:34-35 വാക്യങ്ങൾ. പിതാവായ ദൈവവും അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെ എത്രയെത്ര പേർ, ശതാധിപനും തന്നോട് കൂടെയുള്ളവരും സാക്ഷ്യം പറഞ്ഞു. ഒരു കാര്യം തെളിയിക്കുവാൻ 2 സാക്ഷ്യം മതി. ആവർത്തന പുസ്തകം 19-ാം അധ്യായത്തിന്റെ 15 വായിക്കുമ്പോൾ ന്യായപ്രമാണ പുസ്തകം വെളിപ്പെടുത്തുകയാണ്, ഏത് കാര്യങ്ങളെയും ഉറപ്പിക്കുവാൻ 2 സാക്ഷ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് ഇതാ തന്റെ അടുക്കൽ വന്നവരോട് തന്റെ സാക്ഷ്യത്തെ ഉറപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാൻ 8:17-18 സ്തോത്രം. താൻ തന്നെ നല്ല പ്രാഗൽഭ്യത്തോടെ തന്റെ സാക്ഷ്യം പറയുമ്പോൾ, പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. 2 പേർ ഒരു വിഷയത്തെ ഉറപ്പാക്കാൻ മതിയെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നല്ലോ എന്ന് യേശു പറയുന്നു. ചുരുക്കത്തിലേക്ക് വരാം. പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം, പിശാചിന്റെ സാക്ഷ്യം, പടയാളിയുടെ സാക്ഷ്യം, ശതാധിപന്റെ സാക്ഷ്യം, ക്രൂശിലെ കള്ളന്റെ സാക്ഷ്യം, പീലാത്തോസിന്റെ സാക്ഷ്യം, പീലാത്തോസിന്റെ ഭാര്യയുടെ സാക്ഷ്യം. ഇങ്ങനെ 7ലധികം സാക്ഷികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ പരിശുദ്ധനാണെന്നും നീതിമാനാണെന്നും ദൈവഭക്തനാണെന്നും തെളിയിക്കുവാൻ അനേക സാക്ഷ്യങ്ങൾ, തൻ്റെ വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും കുറ്റമില്ലാത്തവനെന്നും തെളിയിക്കുന്ന വിവിധ സാക്ഷ്യങ്ങൾ നിരന്നു നിൽക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമായി ഇടകലർന്നു നിൽക്കുന്ന ഈ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിന്റെ പരിശുദ്ധിയെയും കുറ്റമില്ലായ്മയും തെളിയിക്കുമ്പോൾ, മറുഭാഗത്ത് ലോകത്തിന്റെ മതകോടതികളും രാഷ്ട്ര കോടതികളും ആവർത്തിച്ച് വിസ്തരിച്ചിട്ടും ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്നിങ്ങനെ വെളിപ്പെടുത്തുമ്പോഴും അവനിതാ ക്രൂശിക്കപ്പെടേണ്ടി വരും. നോക്കുക, എന്തൊരു വിരോധാഭാസം. ദൈവത്തിന് സ്തോത്രം. ഇതാ ഗത്സമനയിൽ മുതൽ കാൽവറി മല വരെയും താൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ പാപം ചെയ്തിട്ടല്ല. വിശുദ്ധ പൗലോസ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ. ദൈവത്തിന് സ്തോത്രം. നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ എത്രയധികം സാക്ഷികൾ പറഞ്ഞാലും തീരുകയില്ല. ഇങ്ങനെയുള്ള സാക്ഷികളാൽ തെളിയിക്കപ്പെട്ടവൻ, ഒരു കുറ്റവും ചുമത്തപ്പെടാത്തവന്റെ നേരെ ഇതാ ഒരു ക്രൂരനെ പോലെ, ഒരു ക്രൂരനോട് ചെയ്യുന്നത് പോലെ പാപികളാൽ ഇതാ വിരോധം സഹിക്കുകയാണ്. നിന്ദകൾ, അപമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത് മാത്രമല്ല,
അതിനേക്കാളധികമായി ഹൃദയഭേദകമായ മറ്റു ചില വിഷയങ്ങളുണ്ട്. അതാണ് താൻ ഒന്നാമത് തിരഞ്ഞെടുത്ത കർത്താവിനോട് കൂടെ നടന്ന, അത്ഭുതങ്ങൾ കണ്ട, യേശുവിനോടൊപ്പം പ്രാർത്ഥിപ്പാൻ പോയ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നിരുന്നാലും ഞാൻ നിന്നെ തള്ളുകയില്ല എന്ന് പറഞ്ഞ അതേ ശിഷ്യൻ തന്നെ 3 പ്രാവശ്യം ഞാൻ ഇവനെ അറിയുന്നില്ല. നിങ്ങൾ ജനിപ്പിച്ചു വളർത്തിയ മക്കൾ ഒരു ദിവസം ഗൾഫിൽ പോയി ജോലിയെല്ലാം ചെയ്ത് നല്ല നിലയിൽ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അപ്പനെ എനിക്കറിയത്തില്ല, അമ്മയെ കണ്ടിട്ട് ഇത് ഏത് സ്ത്രീയാ എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിലേക്ക് കടന്നു പോകുന്ന ആ വാൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ ഇതാ നമുക്ക് വേണ്ടി ജീവൻ തരാൻ വന്ന ക്രിസ്തു, കൂടെ കൊണ്ടു നടന്ന, അത്ഭുതങ്ങളൊക്കെ കണ്ട, പലപ്പോഴും പ്രാർത്ഥിപ്പാൻ കൂടെ കൊണ്ടുപോയ അതേ ശിഷ്യൻ പറയുന്നു, ഞാൻ ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകാൻ തുടങ്ങി. എത്ര ഭയാനകം! കൂടെ കൊണ്ടു നടന്ന, പണസഞ്ചിയെല്ലാം കൊടുത്ത, അതെ പണമെല്ലാം കണ്ടവൻ പണത്തിനു വേണ്ടി യേശുവിനെ വിൽക്കുകയാണ്. വിൽക്കുന്നു. കൂടെ നടന്ന ശിഷ്യൻ തള്ളിപ്പറയുന്നു. ശിഷ്യന്മാരെല്ലാം തന്നെ വിട്ട് ഓടിപ്പോകുന്നു. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഇതാ ഒറ്റപ്പെടുകയാണ്. ആ ഒറ്റപ്പെടുത്തലിന്റെ ഭയാനകത കാൽവരി ക്രൂശിൽ തന്റെ പ്രാണനെ വിടുന്ന സമയം മനസ്സിലാക്കുമ്പോൾ ഇതാ ഏറ്റവും പ്രിയപുത്രനായി പിതാവിന്റെ മടിയിലിരുന്ന ആ പുത്രൻ കാൽവരി ക്രൂശിൽ തന്റെ പ്രാണനെ വിടുന്നതിന് മുമ്പ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്തതിൻ്റെ അർത്ഥം? ദൈവത്തിന് സ്തോത്രം. തന്നെ പിൻഗമിച്ചവരെല്ലാവരും തന്നെ വിട്ട് ഓടിപ്പോയി. അതേ അടിമ ശിഷ്യൻ തള്ളിപ്പറഞ്ഞു. ഒരു ശിഷ്യൻ കർത്താവിനെ വിറ്റ് പൈസ വാങ്ങി. സ്തോത്രം. സ്വർഗത്തിലിരിക്കുന്ന പിതാവ് മുഖം മറച്ചു. സ്തോത്രം. എല്ലാവരും ഒറ്റപ്പെട്ട ഒരു തനിപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നു. എന്നിട്ടും കഷ്ടം തീരുന്നോ? ഗബഥായ് എന്ന കൽത്തളത്തിൽ നിന്ന് വീണ്ടും ഇതാ പടയാളികളുടെ കയ്യിൽ വീണ്ടും ഏൽപ്പിക്കപ്പെടുകയാണ്. ഇവിടെ വെച്ചാണ് ചാട്ടവാറിനാലുള്ള അടി. സ്തോത്രം. അതിനെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ആ ചാട്ടവാറിനാലുള്ള അടി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. റോമൻ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് സ്തോത്രം ഒരു പാപിയെ, ഒരു തെറ്റുകാരനെ 39 അടിയടിക്കാൻ നിയമമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പ്രാണൻ പോകാൻ പാടില്ല. അത് കസ്റ്റഡി മരണമാകും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ അങ്ങനെയല്ല അടിക്കുന്നത്. എന്നാൽ തൻ്റെ പ്രാണൻ പോകാഞ്ഞത് തന്നെക്കുറിച്ചുമൊക്കെ നിവൃത്തിയാകേണ്ടതിനാണെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇതാ പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് പടയാളികളുടെ കയ്യിൽ വീണ്ടും ഏൽപ്പിക്കുന്ന ക്രിസ്തുവിനെ ഉയരം കുറഞ്ഞ കുറ്റിയോട് ചേർത്ത് ബന്ധിച്ചു നിർത്തി, 2 കൈകളും ചേർത്ത് ബന്ധിച്ച് കുനിച്ചു നിർത്തുമ്പോൾ സ്തോത്രം, ശരീരത്തിന് ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത അവസ്ഥയിൽ ചാട്ടവാറ് 2 സൈഡിൽ നിന്നുകൊണ്ട് പടയാളികൾ അടിക്കുകയാണ്. ചാട്ടവാറിനെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ. സ്തോത്രം. ഒരു കമ്പിൽ ബലമുള്ള തോൽവാർ ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ കമ്പിൽ ബലമുള്ള തോൽവാറിൽ പിന്നെ അതിനെ പല ശാഖകളായി 5 എന്ന് പറയുന്നു, 7, 9 ഇങ്ങനെയുള്ള ശാഖകളായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ ശാഖകളിൽ ഈയക്കട്ടികൾ, കൂർത്ത കല്ലുകൾ, അസ്ഥികഷ്ണങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ചേർത്ത് പിന്നി വച്ചിരിക്കുകയാണ്. അതിൻ്റെ അഗ്രത്തിലായിട്ട് അതേ ചൂണ്ട പോലെ ഏറ്റവും മൂർച്ചയുള്ള കൊളുത്തുകൾ. സ്തോത്രം. ഈ കൊളുത്തുകൾ ഈ ചാട്ടവാറിൽ ഒരു മനുഷ്യൻ കൈകൊണ്ട് പിടിച്ചാൽ ആ കയ്യിൽ പിന്നെ രക്തമായിരിക്കും. അതുപോലെയാണ്. എന്നാൽ സ്തോത്രം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ സാധാരണ നോർമൽ മൈൻഡിൽ
ആർക്കും ഈ ധീരകൃത്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് റോമൻ പടയാളികളിൽ ചിലരെ മദ്യം കൊടുത്ത് ലക്ക് കെട്ടവരാക്കി മാറ്റിയതിനു ശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് നിർത്തിയിട്ട് രണ്ട് സൈഡിലും നിന്നുകൊണ്ട് അവർ പുറത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഈ അസ്ഥികഷ്ണങ്ങളും ഈയക്കട്ടികളും കല്ലുകളും ഏറ്റവും കൂർത്ത വസ്തുക്കളൊക്കെ അതിലുപരിയായിട്ട് ഈ കൂർത്തു വളഞ്ഞിരിക്കുന്ന കൊളുത്തും പുറത്തേക്ക് ആഞ്ഞി പതിച്ചതിന് ശേഷം രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാംസങ്ങളെല്ലാം ഇളകി സ്തോത്രം ഒരു ഉഴവുചാൽ മുഴുകുന്നത് പോലെയായി തീരുകയാണ്. അവൻ രക്തമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം സ്തോത്രം, അവന്റെ അപ്പോഴത്തെ രൂപത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നത് അവന്റെ മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്ക വിധത്തിൽ വിരൂപം. സ്തോത്രം, ഒരു തോലുരിച്ച മൃഗത്തെ, അതെ, ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നൊരു മൃഗത്തെ തൻ്റെ തോലെല്ലാം ഒരിച്ച് ഒരു കടയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോലെ തോന്നത്തക്ക വിധത്തിൽ സ്തോത്രം അത്ര ഭയാനകമാണ്. ഒരു ദോഷവും ചെയ്യാത്ത കർത്താവിനെ ഇങ്ങനെ ചാട്ടവാറിനാൽ അടിച്ചു കഴിയുമ്പോൾ തനിക്ക് പിന്നെ നിവരെ നിൽക്കുവാൻ സാധ്യമല്ല. ഈ സമയത്താണ് സ്തോത്രം തന്നെ അപമാനിച്ച് തനിക്ക് ഇങ്ങനെയുള്ളതായ ശിക്ഷകളെല്ലാം നൽകിയതിന് ശേഷമാണ് ഒരു പച്ച പൈൻ മരക്കുരിശ് കർത്താവായ യേശുക്രിസ്തുവിന്റെ തോളിലേക്ക് കൊടുക്കുന്നു. നോക്കണം, ഗത്സമനയിൽ വെച്ച് നേരെ നിൽക്കാൻ ബലമില്ല. രണ്ടാമത് ബലഹീനായി നിൽക്കുന്ന കർത്താവിനെ എല്ലായിടത്തും കൊണ്ടുവന്ന് വിസ്തരിക്കുമ്പോൾ പിന്നെ നിൽക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം, ചാട്ടവാറിനുള്ള അടികൂടെ കഴിയുമ്പോൾ താൻ തളർന്നു വീഴുന്ന നിലവാരത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് ഈ കുരിശ് തൻ്റെ തോളിൽ കൊടുക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നത് 125ഓളം കിലോ തൂക്കമുണ്ടെന്നാണ്. എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. പച്ചമരമാണ്. അതിന് അത്രത്തോളം ഒരു ചാക്ക് സിമന്റ് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ തന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ആരോഗ്യമെല്ലാം ക്ഷയിച്ച് രക്തമെല്ലാം വാർന്നൊലിക്കുന്ന കർത്താവ് ഈ ഭാരമേറിയ കുരിശ് തോളിൽ പടയാളികളുടെ നിർബന്ധത്തിലൂടെ എടുത്തു വയ്ക്കുമ്പോൾ താൻ കവുങ്ങടിച്ചു വീഴുകയാണ്. വീഴുമ്പോൾ വീണ്ടും അവർ ആഞ്ഞടിക്കുന്നു. ഈ സമയത്താണ് ലിബിയക്കാരനായ ഒരു മനുഷ്യൻ പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് ആ ദേശത്തേക്ക് വരികയാണ്. കുറേന എന്ന് പറയുന്ന ലിബിയയിലെ ഒരു പ്രവിശ്യയാണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ പേര് ശിമോൻ എന്നാണ്. താൻ ഇങ്ങനെ പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് അതുവഴി വരുമ്പോൾ ഒരാൾ ശബ്ദവും ബഹളവും ഒക്കെ കേൾക്കുന്നു. ഇതെന്തെന്നറിയാനായിട്ട് താൻ വരികയായിരുന്നു. താൻ ഇങ്ങനെ തൻ്റെ അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അതിനെക്കുറിച്ച് പറയുന്നത് കൃഷിക്ക് പോയ വിഷയത്തിലല്ല, പിന്നെയോ തൻ്റെ വരവ് അങ്ങനെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ശിമോൻ ഇങ്ങനെ തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഈ ശബ്ദമൊക്കെ കേട്ട് എന്താണെന്ന് വന്ന് നോക്കാനായിട്ട് വരുമ്പോൾ പടയാളികൾ അപരിചിതനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ക്രൂശ് ചുമപ്പാൻ ഏൽപ്പിച്ചു. എപ്പോഴാണ് ഏൽപ്പിച്ചെന്നറിയാമോ? യേശു ഈ ക്രൂശ് ചുമന്നുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അനേക സന്ദർഭങ്ങളിൽ യേശു വീഴുന്ന എങ്ങനെയാണ്? മുഖമടിച്ചു വീഴുന്നു. അപ്പോൾ ക്രൂശ് തൻ്റെ മുകളിലാണ്. ഇങ്ങനെ വീഴുമ്പോൾ ക്രൂശിന്റെ ഭാരവും വീഴുന്ന ആ വീഴ്ചയുമെല്ലാം തൻ്റെ മുഖത്തെ പിന്നെയും വിരൂപമാക്കി മാറ്റുകയാണ്. അപ്പോൾ വീണ്ടും പടയാളികൾ ആഞ്ഞടിക്കുമ്പോൾ വളരെ പാടുപെട്ട് വീണ്ടും ആ ക്രൂശ് എടുക്കുന്നു. പിന്നെയും മുൻപോട്ട് ചെന്ന് വീഴുകയാണ്. വീണ്ടും എഴുന്നേറ്റും ഇങ്ങനെ പോകുമ്പോൾ പടയാളികൾക്ക് മനസ്സിലായി ക്രൂശ് അവിടെ കൊണ്ട് എത്തിക്കാൻ കഴിയില്ല. അതിനു മുൻപ് ഇവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രൂശ് ചുമക്കുവാനായിട്ട് ഈ ശിമോനെ നിർബന്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ശിമോനെ നിർബന്ധിക്കുമ്പോൾ അവൻ ക്രൂശ് ചുമക്കുന്നു. അവൻ വളരെ പാടുപെട്ടാണ് ചുമക്കുന്നത്. വളരെ പാടുപെട്ട് ചുമക്കുന്നു എങ്കിലും അവിടെ കൊണ്ട് എത്തിച്ചതായിട്ട് കാണുന്നില്ല. പിന്നെയും
ചില പണ്ഡിതാക്കൾ പറയുന്ന അവൻ ചുവന്ന് കുറച്ചു ദൂരം പോയിട്ട് അവൻ ആ മല കയറാൻ കഴിയാഞ്ഞിട്ട് ഇട്ടിട്ട് പോയെന്നാണ്. പിന്നീട് വീണ്ടും എഴുന്നേറ്റും കർത്താവിൻ്റെ മുഴുവൻ ആരോഗ്യവും എടുത്തുകൊണ്ട് പിന്നെയും ക്രൂശ് ചുമന്ന് ഗോൽഗോഥ എന്ന മലയിൽ കൊണ്ടെത്തിക്കുകയാണ്. ഈ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പാടുകളെല്ലാം ശിമോന്റെ മനസ്സിൽ ഒരാണി പോലെ തറച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശിമോൻ രക്തക്കറ നിറഞ്ഞ ശരീരവും ആ ഡ്രസ്സുമായിട്ട് തന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ മക്കളൊക്കെ ആവർത്തിച്ചു ചോദിച്ചു. ആദ്യം ഭയപ്പെട്ടു പോയി, ആവർത്തിച്ചു ചോദിച്ചു, ഇതെന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒടുവിൽ ശിമോൻ ഈ കഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള നസറേയനായ യേശു അവൻ ഇങ്ങനെ പാടുകൾ സഹിച്ചോ എന്നെല്ലാം താൻ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒടുവിലായി ആ ഭവനത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായി. ചരിത്രകാരന്മാർ പറയുന്നത് ശിമോൻ പിന്നീട് ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ശിമോൻ രോഗിയായി തീർന്നു. ഇതൊക്കെ കണ്ടും താൻ ഭയപ്പെട്ടും തൻ്റെ മാനസിക നിലയൊക്കെ തെറ്റിയും തൻ്റെ ശരീരത്തിൽ വലിയ കഷ്ടങ്ങൾ നേരിട്ട് താൻ എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥയിലായി ശിമോൻ. ഈ സമയത്ത് ശിമോൻ ഇങ്ങനെ ആത്മാവിൽ കർത്താവേ, ഞാൻ അങ്ങയുടെ കുരിശ് ചുമന്നവനല്ലയോ? അങ്ങ് യഥാർത്ഥമായ കർത്താവെങ്കിൽ എനിക്കിപ്പോൾ വിടുതലുണ്ടാകണം. അങ്ങനെ വീട്ടിൽ വെച്ച് താൻ മനസ്സുരുകി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്വർഗീയ ദർശനം തനിക്ക് ഉണ്ടാകുകയും താൻ സൗഖ്യത്തോടെ ചാടി എഴുന്നേൽക്കുകയും തുടർന്ന് ഈ ശീമോൻ കർത്താവിൻ്റെ ശിഷ്യനായി തീരുകയും ശീമോന്റെ ഭാര്യ അന്നു മുതൽ കർത്താവിൻ്റെ വേലയ്ക്ക് സഹായിയായി തീരുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് ഈ ശിമോനെ കുറിച്ചായിരുന്നു, ശിമോന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ എനിക്കും അമ്മയായിരുന്നു. അലക്സാണ്ടർ, രൂഫോസ് എന്ന 2 മക്കൾ ഇവർക്കുണ്ടായിരുന്നു. ഒരാൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി, ഒരാൾ കർത്താവിന്റെ വേലയ്ക്ക് സഹായിയായി ഒരു നല്ല വിശ്വാസിയായി തീർന്നു. ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞ ഏറ്റവും ഭയങ്കരമായൊരു വിഷയമായിരുന്നു. ശിമോൻ കാൽവറിയിലെ പാടുകൾ കണ്ടിട്ട് യേശുവിന്റെ ശിഷ്യനായി മാറിയത് ഒരു ഭാഗം. മറുഭാഗത്തിലേക്ക് വരാം. കാൽവരി ക്രൂശിലെ ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം പടയാളികൾ അടുത്ത പെരുമാറ്റം തുടങ്ങുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന് നേരെ നിൽക്കാൻ കഴിയുന്നില്ല, താൻ അവിടെ വീഴുകയാണ്. ക്രൂശ് എടുത്തുകൊണ്ടുപോയി ശരിയായ നിലയിൽ ആ ക്രൂശ് അടിച്ച് റെഡിയാക്കിയതിനു ശേഷമായിട്ട് സ്തോത്രം പരസ്യമായിട്ട് ക്രൂശിക്കാൻ വേണ്ടിയാണ്. തലയോടിടം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 20 മീറ്ററോളം ഉയരമുള്ളതായ ഒരു ഏതാണ്ട് തലയോട്ടി പോലെ ഇരിക്കുന്ന അതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇപ്പോഴും അതിന് ചുറ്റും ഫെൻസിങ് ഒക്കെ ഇട്ട് അത് ഒരു ഓർമ്മയായിട്ട് അവിടെ ഇന്നും ടൂറിസ്റ്റുകളൊക്കെ സന്ദർശിക്കുന്ന ഒരിടമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഈ വെള്ള കല്ല് പോലെ സ്തോത്രം മാർബിളാണെങ്കിലും വെട്ടിയെടുക്കത്തക്ക രീതിയിലുള്ളതായ കല്ലുകൾ വലിയ കട്ടിയുള്ളതല്ലെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ഒരുക്കുന്നത്. സ്തോത്രം. യേശുവിനെ ഇതാ ഒരുക്കപ്പെട്ട ക്രൂശിൻ മുകളിൽ യേശുവിനെ കിടത്തുകയാണ്. കിടത്തുക എന്ന് പറയുമ്പോൾ തനിക്ക് കിടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ താൻ എത്തിച്ചേരും. അതിനുശേഷം കൈകൾ വലിച്ച് 2 കൈകളും വലിച്ചു വച്ചതിന് ശേഷം ഈ കൈപ്പത്തിയിലല്ല ആണി അടിക്കുന്നത്, ഓർക്കണം. കൈപ്പത്തിയിൽ ആണി അടിച്ചാൽ ശരീരഭാരം കൊണ്ട് ചിലപ്പോൾ ഈ മാംസം കീറി ചിലപ്പോൾ ക്രൂശിൽ നിന്ന് വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഈ 2 അസ്ഥികളുടെ ഇടയിൽ, മണിബന്ധങ്ങൾക്കിടയിലുള്ള ഒരല്പമിടത്തേക്ക് ഏറ്റവും കനമുള്ള മൂർച്ചയുള്ള ആണികൾ അടിച്ചു കയറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന താങ്ങാൻ പറ്റുകയില്ല. മയക്കുമരുന്ന് കൊടുത്തിട്ടല്ല ഇത് ചെയ്തത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഒരു കൈയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, അടുത്ത കൈ വലിച്ചു വെച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിഭയങ്കരമായ വേദന. പക്ഷേ വേദന കൊണ്ട് കൈ അകത്തേക്ക് വലിക്കുമ്പോൾ ഈ മുറിവ് വീണ്ടും വലുതായി തീരുകയാണ്. 2 കാലുകളും ചേർത്ത് വെച്ചിട്ട് കാലിൻ്റെ പാദങ്ങളിലല്ല അടിക്കുന്നത്, കാലും ആ കാൽപാദങ്ങളോട് ചേരുന്ന ആ മൂലഭാഗത്ത് വലിയ ആണികൾ ചേർത്തടിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ചെയ്യുമ്പോൾ
ഈ ആണി ശരിയായി അടിക്കേണ്ടതിന് പിന്നെ ക്രൂശ് കമഴ്ത്തിയിട്ടതിന് ശേഷം ഇത് അടിച്ചു വളയ്ക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡെഡ് ബോഡിയിൽ ചെയ്യുന്നത് പോലെയാണ് അവർ ചെയ്യുന്നതെങ്കിലും ജീവനുള്ള ഒരു ശരീരമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യേശുവിൻ്റെ മനോഹരമായ സ്തോത്രം, കർത്താവിന് വേണ്ടി നെയ്ത് കൊടുത്ത, തയ്യലില്ലാതെ തുന്നിച്ചേർത്തതായ, നെയ്ത്തിൽ കൂടെ രൂപമാക്കിയ മനോഹരമായ, യേശുവിനുള്ള സ്നേഹം കൊണ്ട് കൊടുത്ത ആ മനോഹരമായ വസ്ത്രം അവർ പങ്കിട്ടെടുക്കുന്നു, ചീട്ടിട്ടവർ എടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതുപോലെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ ചുവന്ന ആ വസ്ത്രം മാറ്റിയിട്ട് സ്വന്തം വസ്ത്രം ധരിപ്പിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ തുടർന്ന് ആ ക്രൂശിന്മേൽ ഉയർത്തുന്ന ആ സംഭവം അതിനേക്കാൾ ഭയാനകമാണ്. 2-3 ആണികളിൽ ഈ ശരീരം മുഴുവൻ തൂങ്ങുക എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ സാധ്യമല്ല. വേദന കൊണ്ട് പുളയുന്നു എങ്കിലും ആ ശരീരത്തിന് സ്വാതന്ത്ര്യമില്ലാതെ വേദനപ്പെട്ട് ഏതാണ്ട് 6 മണിക്കൂറോളം ആ ക്രൂശിൽ വേദനപ്പെട്ട് സ്തോത്രം ഒടുവിലായി കയ്പ് കാടി കുടിക്കുന്ന ഒരനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന് കയ്പ് കലക്കിയ വീഞ്ഞ് കൊടുത്തു എന്നാണ്. ദൈവത്തിന് സ്തോത്രം. മോര് കലക്കിയതായ വീഞ്ഞ് എന്നാണ് ഒരു ഭാഗത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കയ്പേറിയതാണ്. അത് കഷ്ടത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായി 27:33 അത് കാണാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കൊണ്ട് ചെന്ന് തറയ്ക്കുമ്പോൾ അവൻ അനുഭവിച്ച വേദനയുടെ ഓരോ സ്റ്റെപ്പുകളിലൂടെ അവൻ കടന്നുപോയി. വേദനയുടെ മൂർധന്യ അവസ്ഥയിലേക്ക് വരുമ്പോൾ അവൻ പറയുന്ന ചില വാക്കുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ പറയുന്ന വാക്കുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിൽ ഇതാ അനേകരുടെ വിടുതലിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയും താൻ അനുഭവിക്കുന്ന വേദനകളിൽ താൻ ചില ദൗത്യങ്ങൾ നിർവഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ വേദനകളുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചില വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ക്രൂശിലെ സപ്തമൊഴികൾ അഥവാ 7 വാക്കുകൾ, 7 വാചകങ്ങൾ. സ്തോത്രം. ഈ വേദനകളുടെ നടുവിൽ താൻ പറയുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ വാചകങ്ങളിൽ ഒന്നാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഈ വേദനകളുടെ നടുവിലും മറ്റുള്ളവരുടെ ക്ഷമയ്ക്ക് വേണ്ടി, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം കേൾക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. കൂടാതെ താൻ 2 കള്ളന്മാരുടെ നടുവിലാണ് ക്രൂശിക്കപ്പെടുന്നത്. ഈ ക്രൂശ് മരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോക ചരിത്രത്തിൽ ഇങ്ങനെ കാണുകയില്ല. അങ്ങനെ വ്യത്യസ്തമായൊരു മരണമാണ്. റോമൻ ഗവൺമെന്റ് ഏറ്റവും ക്രൂരമായ മരണമാണ് ക്രൂശ് മരണമായിട്ട് നൽകുന്നത്. അത് എല്ലാവർക്കും നൽകിയില്ല, ഏറ്റവും വലിയ കുറ്റവാളികൾക്കാണ്. ചരിത്രത്തിൽ ഏതാണ്ട് അനേക മനുഷ്യർ, 5000-ഓളം മനുഷ്യരെ അങ്ങനെ ക്രൂശിച്ചു കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ധാരാളം പേരെ കൊന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മരണമാണ്. കാരണം റോമൻ ഗവൺമെന്റ് ശിക്ഷാ നടപടികളൊക്കെ അവൻ്റെ പാപത്തിൻ്റെ എന്താണ് കുറ്റമെന്ന് അവൻ്റെ കുറ്റസംഗതി ആ ക്രൂശിൻ്റെ മുകളിൽ എഴുതണം. ദൈവത്തിന് സ്തോത്രം.
ഓരോരുത്തരുടെയും കുറ്റസംഗതികൾ അവിടെ എഴുതണം. അങ്ങനെ എല്ലാവരുടെ ക്രൂശിന്മേൽ കുറ്റസംഗതികൾ എഴുതുവാനുണ്ടായിരുന്നു. എഴുതുവാൻ കുറ്റസംഗതികളില്ലാത്ത ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രമായിരുന്നു. ഒരു കുറ്റസംഗതി എന്താണ് തെറ്റ് എന്ന് എഴുതുവാനില്ലാത്ത ഒരേ ഒരു വ്യക്തി. അതുകൊണ്ട് അവരെഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ്, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഇതല്ലാതെ വേറെ ഒന്നും എഴുതാനില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇങ്ങനെയാണ് ഈ ഭയങ്കരമായ ശിക്ഷാവിധി കാരണം കൂടാതെ ചെയ്യുന്നുവെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കാരണം ഞാനും നിങ്ങളും, ലോകത്തിലെ സകല മനുഷ്യരുമാണ് അതിൻ്റെ കാരണം. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പലരാലും സാക്ഷ്യം ലഭിച്ചവൻ, ആർക്കും തന്റെ കുറ്റം തെളിയിക്കാൻ കഴിയാത്തവൻ, അങ്ങനെയുള്ള പരിശുദ്ധൻ ക്രൂശിൽ കിടക്കുമ്പോൾ രണ്ട് കള്ളന്മാരുടെ നടുവിലാണ്. ദൈവത്തിന് സ്തോത്രം. കള്ളന്മാരുടെ കുറ്റസംഗതി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ തെറ്റല്ല. ബറവാസിനെ പോലും വിട്ടുകൊടുത്തു. എന്നാൽ പരിശുദ്ധനായ യേശുവിനെ ക്രൂശിച്ചു. ദൈവത്തിന് സ്തോത്രം. ബറവാസിനെ കുറിച്ചൊരു സംഭവം കേട്ടിട്ടുണ്ട്. ബറവാസ് വലിയ ആ ദേശത്തെ വലിയൊരു കുറ്റവാളിയാണ്. രാജ്യദ്രോഹ കുറ്റം നിമിത്തം തന്നെ ജയിലിലടച്ചു. തനിക്ക് മരണശിക്ഷ വിധിച്ചിട്ടുണ്ട്. താൻ മരണം കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് പടയാളികൾ തന്നെ തൂക്കുകയറിൽ ഏൽക്കുവാനായിട്ട് വരുന്നതെന്നും കാത്തിരിക്കുമ്പോൾ, സ്തോത്രം, ജയിലിൽ ഇങ്ങനെ മരണം കാത്തിരിക്കുമ്പോൾ രണ്ട് പടയാളികൾ വന്നിട്ട് തൻ്റെ കയ്യിലെ കെട്ടുകളൊക്കെ അഴിക്കുന്നു. സ്തോത്രം. താൻ വിചാരിക്കുന്നത് തന്നെ ക്രൂശിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ പറയുന്നു, നീ ക്രൂശിക്കപ്പെടേണ്ട, നിനക്ക് പകരം ഒരാൾ മരിച്ചു. സത്യമോ? ഇത് വിശ്വാസമോ? താൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ഒരു സ്വപ്നം കാണുന്ന പോലെ. അതെ എന്ന് പടയാളികൾ പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. തന്നെ ജയിലിൽ നിന്ന് വെളിയിലാക്കുമ്പോൾ താൻ സ്വസ്ഥതയില്ലാതെ കരയുക. എനിക്ക് വേണ്ടി മരിച്ച ആൾ ആരാണ്? ആരാണ് എനിക്ക് വേണ്ടി മരിച്ചത് എന്ന് പറഞ്ഞിട്ട്, അതേ കാൽവരി ക്രൂശിലാണെന്ന് അറിഞ്ഞപ്പോൾ താൻ അവിടുന്ന് ഓടാൻ തുടങ്ങി. അവൻ ഓടി 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 ആ മല കയറി അന്ന് ചെല്ലുമ്പോൾ യേശു തന്റെ പ്രാണനെ വിട്ടുകഴിഞ്ഞു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണല്ലോ കർത്താവേ നീ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ക്രൂശിൽ കിടന്നുകൊണ്ട്, ക്രൂശിന്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ആ ബറബാസ് അല്ലമുറയിട്ട് കരയാൻ തുടങ്ങി. പട്ടണത്തിലെ ആർക്കും വഹിക്കാൻ കഴിയാത്ത കുറ്റവാളി, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവൻ, ഓ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ സാക്ഷാൽ ദൈവത്തിനായി എന്നറിഞ്ഞപ്പോൾ അന്ന് മുതൽ ബറബാസ് തന്റെ ജീവനെ യേശുവിനായി സമർപ്പിച്ചു. പിൽക്കാലത്ത് യേശുവിനെ സാക്ഷിക്കുന്ന വ്യക്തിയായി കർത്താവിന് വേണ്ടി താൻ മരിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. രണ്ട് പടയാളികളുടെ നടുവിൽ അവൻ കിടക്കുമ്പോൾ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ, ആ കള്ളന്മാരിൽ ഒരുവൻ പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണം. ആ കള്ളന്മാർക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. അവനെ വിധിച്ച ഭരണാധികാരികൾക്കും അറിയാത്ത, അവന്റെ പുറം കുത്തിത്തുളച്ച, അവനെ അടിച്ചു കീറിയവർക്ക് അറിയാത്ത ഒരറിവ് ഈ കുറ്റവാളിക്ക് അറിയാമെന്ന്. ഇവൻ രാജ്യത്വം പ്രാപിക്കും. യേശുക്രിസ്തു രാജ്യത്വം പ്രാപിക്കും. നീ രാജ്യത്വം പ്രാപിക്കുമോ എന്നല്ല ചോദിച്ചത്. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. ഈ മഹാഭാവിയായവനെ അന്ന് പർദീസയിൽ തന്നോടുകൂടെ ഇരുത്തിയവനാണ് കർത്താവ്. യേശുവിന്റെ ക്രൂശിലെ മൊഴികളിൽ ഒന്ന്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. ലൂക്കോസ് 23:43. സ്തോത്രം. കൂടാതെ യേശുവിന് ജന്മം കൊടുത്ത അമ്മ, ഇല്ലെങ്കിൽ യേശുവിന്റെ അക്ഷരീയ മാതാവാകുന്ന അമ്മയെ നോക്കിക്കൊണ്ട് യേശു സ്നേഹിച്ച ശിഷ്യനും അമ്മയും ഒക്കെ അടുത്തു നിൽക്കുമ്പോൾ പറയുന്നു, സ്ത്രീയെ
ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ അമ്മ. അന്ന് മുതൽ യേശുവിൻ്റെ അമ്മയാകുന്ന മറിയെ യോഹന്നാൻ കൈക്കൊണ്ടു. താൻ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ആ ഉത്തരവാദിത്വം താൻ നിവർത്തിക്കുകയാണ്. സ്തോത്രം. തൻ്റെ ശുശ്രൂഷകളിലൊന്നും അത് കാണുന്നില്ല എങ്കിലും തൻ്റെ പ്രാണൻ വെടിയുമ്പോൾ ആരും ഒരു കുറ്റവും പറയാതിരിപ്പാൻ തൻ്റെ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൂടാതെ ക്രൂശിൽ പറഞ്ഞ മറ്റു ചില വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് മത്തായി 27:46, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന്. എലോഹി എലോഹി ലമ്മാ ശബക്താനി. അരാമ്യ ഭാഷയിൽ ഉറച്ചു നിലവിളിച്ചപ്പോൾ പടയാളികൾക്ക് മനസ്സിലായില്ല, അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഗ്രീക്ക് ഭാഷ മാത്രം അറിയാവുന്ന ഇവർക്ക് മനസ്സിലായില്ല. അവൻ ഏലിയാവ് അവനെ രക്ഷിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോഴാണ് അതേ ഓടത്തണ്ടിന്മേൽ പുളിച്ച വീഞ്ഞുമായിട്ടൊരുവൻ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടു. നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാവരും കൈവിടപ്പെട്ടു. എല്ലാവരും കൈവിടപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. ആരെങ്കിലും എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, എന്നെ സ്നേഹിച്ചവരും എന്നെ സ്നേഹിക്കേണ്ടവരും എന്നെ കരുതേണ്ടവരും ഒക്കെ എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ കാൽവറിയിലെ ഒരു ശബ്ദം ഉറച്ചു കേൾക്കാം, നീ എന്നെ കൈവിട്ടതെന്താ? സ്തോത്രം. കൂടാതെ തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ക്രൂശിലെ അടുത്ത മൊഴിയാണ്, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:28 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? തന്റെ ദാഹം, ക്രൂശിലെ ദാഹം, തിരുവെഴുത്തിൽ തന്നെ കുറിച്ച് എഴുതിയതൊക്കെ നിവർത്തിക്കാൻ വേണ്ടിയായിരുന്നു. തിരുവെഴുത്തിൽ തന്നെ കുറിച്ച് രേഖപ്പെടുത്തിയതൊക്കെ തന്നിൽ നിറവേറുവാൻ വേണ്ടി താൻ ദാഹിക്കുന്നു. സ്തോത്രം. ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, പിതാവേ, നിവർത്തിയായി. യോഹന്നാൻ 19:30 നിവർത്തിയായി. ടെറ്റലസ്റ്റായി എന്നൊരു ഗ്രീക്ക് പദം. അർത്ഥം എന്തെന്നറിയാമോ? ഇതുവരെയും ഞാൻ ചെയ്യേണ്ടത് മുഴുവൻ ഇതാ നിവർത്തിച്ചു കഴിഞ്ഞു. മനുഷ്യവർഗത്തിന് മുഴുവൻ വേണ്ടതൊക്കെ ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞു. അതിനു മുൻപ് താൻ മരിച്ചില്ല. എന്തുകൊണ്ട് മരിച്ചില്ല? ഇനിയും അനുഭവിക്കേണ്ടതൊക്കെയും അനുഭവിക്കണം. മനസ്സിലും ശരീരത്തിലും വേദന അനുഭവിച്ചത് മാത്രമല്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. സ്വന്തം ശിഷ്യന്മാരാൽ തള്ളപ്പെട്ടു, പിതാവിനാൽ തള്ളപ്പെട്ടു. സ്തോത്രം. നിവൃത്തിയായപ്പോൾ പറയുന്നു, ഒടുവിലത്തെ വാക്ക് പറയുന്നു, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, കൈവിട്ടതെന്ത് എന്ന് പറയുമ്പോൾ ആ കൈവിട്ട പിതാവിന്റെ കയ്യിൽ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ കൈവിട്ടിട്ടും പിതാവിനുള്ള സ്നേഹവും ബന്ധവും അല്പം പോലും കുറഞ്ഞില്ല എന്ന് ക്രിസ്തു ഇതാ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരു നിലവിളിയോടെ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ലൂക്കോസ് 23:46. 6 മണിക്കൂർ, 9 മണി മുതൽ 3 മണി വരെ, അല്ലെങ്കിൽ 6 മണി മുതൽ 9 മണി വരെ, 12 മണി വരെ ഇതാ ക്രൂശിൽ തന്റെ ഡെഡ് ബോഡി കിടക്കുന്നു. പ്രാണൻ പോകുമ്പോൾ സംഭവിക്കുന്നത് അതിനേക്കാൾ ഭയങ്കരമായ വിഷയമായിരുന്നു. തന്റെ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ, ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്
ദേവാലയത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം ചിന്തിപ്പോകുന്നു. തിരശീല ഇതാ കീറിപ്പോകുകയാണ്. 60 മുഴം ഉയരമുള്ളതായ 2 ആനകൾ പിടിച്ചാൽ കീറാത്ത ആ ബലിഷ്ഠമായ തിരശീല മുകളിലോട്ട് അടിയോളം ചിന്തിപ്പോയി. ന്യായപ്രമാണം തടഞ്ഞു വെച്ചിരുന്ന അതിപരിശുദ്ധ സ്ഥലമിത ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി തുറക്കപ്പെടുകയാണ്. കൃപാസനത്തിലേക്ക് എല്ലാവർക്കും ചെന്ന് വിടുതലും ആശ്വാസവും പ്രാപിപ്പാൻ കൃപാസനത്തിലേക്ക് ഒരു പുതിയ വഴി തുറക്കപ്പെടുകയാണ്. ഭൂമി ഇതാ അവിടെയായി കുലുങ്ങാൻ തുടങ്ങി. വലിയ വലിയ പാറകളൊക്കെ പിളർക്കപ്പെട്ടു. മരിച്ച പലരുടെയും കല്ലറകൾ തുറന്നു. വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. പലരും പലയിടത്തും ചെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇതുപോലെ ഒരു സംഭവം ലോകം ഉണ്ടായത് മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ല, ഇനിയും സംഭവിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഇന്നലെ നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തികച്ചു. കർത്താവ് പ്രിയരെ, യേശു ക്രിസ്തുവിന്റെ ഇന്നലകളിൽ താൻ ചെയ്ത ഓരോ പ്രവൃത്തികളിലും തന്റെ ശുശ്രൂഷകളിലും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കാൽവരി ക്രൂശിൽ സകലവും നിവർത്തിച്ചുകൊണ്ട്, മരണപാശങ്ങളെ അഴിച്ചുകൊണ്ട് ഇതാ ക്രൂശിൽ വേണ്ടതൊക്കെ നിവർത്തിക്കുന്നു. ഈ സംഭവത്തിൽ മനുഷ്യൻ വസിക്കുന്ന ഭൂമി ആകെ ഇളകുകയാണ്. ശക്തിയുള്ള പാറകളെല്ലാം പിളർക്കപ്പെടുകയാണ്. ഉദയസൂര്യനിതാ 6 മണിക്കൂറോളം പ്രകാശം കൊടുക്കാതിരിക്കുകയാണ്. നട്ടുച്ച സമയത്ത് ഇതാ ഇവിടെ ഇരുട്ടുണ്ടാകുകയാണ്. അതൊരു പെസഹ നാളാണെന്ന് ഓർക്കണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സൂര്യഗ്രഹണം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമല്ല. സ്തോത്രം. അഥവാ നാട്ടുഭാഷ പറഞ്ഞാൽ ഒരു പൗർണമി ദിവസം, വെളുത്തവാവെന്നൊക്കെ പറയും. ദൈവത്തിന് സ്തോത്രം. ഈ പൗർണമി ദിവസത്തിൽ സൂര്യഗ്രഹണം ഉണ്ടാകാൻ സാധ്യതയില്ല. പെസഹ ആഘോഷിക്കുന്ന ദിവസങ്ങൾ. എന്നാൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്തവണ്ണം ദേശമെല്ലാം ഇരുണ്ടുപോയി. സൂര്യന് പ്രകാശിക്കാൻ കഴിഞ്ഞില്ല. ഭൂമി ഇരിക്കുന്ന സ്ഥലത്ത് ഇളകി. പാറകളെല്ലാം തകർന്നുപോയി, പിളർന്നുപോയി. അനേകരെ അടക്കിയ കല്ലറകൾ, പാറകളിൽ വെട്ടി ഉണ്ടാക്കിയ കല്ലറകൾ പലരും തുറന്നുപോയി. വിശുദ്ധന്മാരുടെ ഡെഡ് ബോഡികൾ ഉയർത്തെഴുന്നേറ്റു. മനുഷ്യവർഗത്തിനെല്ലാം നിവർത്തിക്കുകയാണ്. ഇതെന്തിനെ വെളിപ്പെടുത്തുന്നറിയാമോ? ഭാവിയിൽ ഇല്ലെങ്കിൽ അവൻ ഇന്ന് ആരാണ് എന്നുള്ളതിന്റെ മുന്നോടിയാണ് യേശുവിന്റെ ഇന്നലകളിലൊക്കെ നിവർത്തിച്ചത്. എന്തിനെ വെളിപ്പെടുത്തുന്നു? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നലകൾ എന്നൊരു ഭാഗമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇതാ പത്മോസ് ദ്വീപിലേക്ക് ചെല്ലുമ്പോൾ, യോഹന്നാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഇന്നലയുടെ ഒരു ഭാഗം അവൻ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ടാണ് യോഹന്നാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ അൽഫയും ഒമേഗയുമാകും. ദൈവത്തിന് സ്തോത്രം. ആൽഫ ഒമേഗ ഗ്രീക്ക് അക്ഷരമാലയിലെ ഒന്നാമത്തെ അക്ഷരമാണ് ആൽഫ. ഒടുവിലത്തെ അക്ഷരമാണ് ഒമേഗ. ഞാൻ ആൽഫയും ഒമേഗയുമാകും. പിന്നീട് പറയുന്നു, ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായി കർത്താവ്. ദൈവത്തിന് സ്തോത്രം. കൂടാതെ അവൻ ഒന്നാമനും
ഒടുക്കത്തവനുമായി. സ്തോത്രം. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് 1:17 വായിക്കുമ്പോൾ, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. ദൈവത്തിന് സ്തോത്രം. പിന്നെ പറയുന്നത് എന്താണ്? ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കും. യേശുക്രിസ്തു ഇന്നലെ സകലവും നിവർത്തിച്ചതിനാൽ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്ന നിലവാരത്തിലേക്ക് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മരണം കൊണ്ട് നീക്കിയിട്ട് ഇതാ ജീവൻ പ്രാപിക്കുകയാണ്. അവൻ ഒന്നാമനും ഒടുക്കത്തവനും, ആൽഫയും ഒമേഗയും. അതിനകത്തൊരു വലിയ സത്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ഒരു വലിയ ഗുണമാണ്. യേശുക്രിസ്തുവിന് നമ്മുടെ ഇന്നലകളിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കും. ഒരിക്കൽ പാസ്റ്റർ ടി. യു. തോമസ് അവർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിന്റെ ആഴം മനസ്സിലാക്കിയത്. അതായത് മനുഷ്യന്റെ കഴിഞ്ഞ കാലങ്ങളിലെ ദോഷങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ ഭാവി ജീവിതത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വിഷയം, ഒരു ചെറിയ എക്സാമ്പിൾ. നമ്മളൊരു ബിൽഡിംഗ് പണിതു. ഒരു ബിൽഡിംഗ് പണിതപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ശരിയായിട്ടിട്ടില്ല. പക്ഷെ അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു. അടിസ്ഥാനം ശരിയായി ചെയ്തില്ല. പക്ഷെ അല്ലാതെ തന്നെ കെട്ടിടം നന്നായി പണിത് ഉയർത്ത് കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഡെഡിക്കേഷൻ എല്ലാം നടത്തി മനോഹരമായ രീതിയിലെല്ലാം ചെയ്തു. അപ്പോഴാണ് ഒരു തോന്നൽ വരുന്നത്, ഇതിൻ്റെ അടിസ്ഥാനം ശരിയായിട്ടില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു എർത്ത് വന്നാലോ മറ്റേതെങ്കിലും ഒരു പ്രശ്നം വന്നാലോ ഇതിന് വിള്ളലുകളോ എന്തൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെ ആർക്കെങ്കിലും ശരിയാക്കാൻ സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ അന്ന് ചെയ്യേണ്ടതായിരുന്നു, പിന്നീട് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോ ആ ദിവസങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ ഒരു എഞ്ചിനീയർക്ക് സാധ്യമല്ല. ഇന്ന് പല നവീനമായ കണ്ടെത്തലുകൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ആ കെട്ടിടം ഉണ്ടാക്കിയ ദിവസത്തേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നാൽ കർത്താവിന് നാം ജനിച്ച ദിവസങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കും. നമ്മൾ ജനിച്ച് 10 വയസ്സായപ്പോൾ നമുക്കൊരാൾ ഒരു ദോഷം ചെയ്തു വന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ ദോഷ കാരണമായൊരു പാപം നമ്മൾ ആ ദിവസങ്ങളിൽ ചെയ്തു വന്നിരിക്കട്ടെ, അത് പിൽക്കാലത്ത് നമുക്ക് ദോഷമായി തീരാമെങ്കിൽ കർത്താവിന് നമ്മുടെ ആ ദിവസങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. നമ്മുടെ പൂർവ്വകാലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കും. കഴിഞ്ഞ കാല ദിവസങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ ദോഷത്തെ നീക്കാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ സകലവും നിവർത്തിച്ചതിനാൽ നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മെ കർത്താവിന് സ്വന്തമാക്കി മാറ്റുവാൻ സാധിക്കും. അവൻ അൽഫയും ഒമേഗയുമാണ്, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രാണനെ ഒരു അകൃത്യയാഗമായി കാൽവറിയിൽ പിടഞ്ഞു മരിക്കുമ്പോൾ, സ്തോത്രം, ആ യാഗത്തിൽ കൂടെ ഇനി മറ്റൊരു സംഭവം നടക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിക്കുന്നത്? ലോകം നോക്കുമ്പോൾ ഒരു നിലവിളിയോടുകൂടെ പ്രാണനെ വിടുന്നു, ഒരു പാപിയെ പോലെ മരിക്കുന്നു. അവൻ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിടുന്നു. പിതാവ് പോലും കൈവിട്ടു എന്ന് പറയുന്നുണ്ട്. ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ ഇറങ്ങി വരാൻ കഴിയാത്തവരായിരിക്കുന്നു. നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ പ്രതികരണമില്ലാതിരിക്കുന്നു. ലോകത്തിന്റെ മാനുഷികമായ കാഴ്ചപ്പാടിൽ അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടു, ജഡത്തിൽ വിതയ്ക്കപ്പെട്ടു, ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറുഭാഗത്തേക്ക് ആത്മലോകത്തിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു കാഴ്ച കാണാൻ സാധിക്കും. അതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന തിരുവെഴുത്ത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിക്കുന്നത്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവൻ കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവം നടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം.
നമുക്ക് വിരോധവും പ്രതികൂലവുമായി സാത്താൻ എഴുതി വെച്ചിരുന്ന കയ്യെഴുത്തിനെ മായിച്ചു കളഞ്ഞു. എത്ര വിശേഷിക്കപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൊലോസ്യലേഖൻ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ ഒരു ദൈവ പൈതൽ മറക്കേണ്ടാത്ത വാക്യമാണ്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിക്കുന്ന സന്ദർഭം, സകല അതിക്രമങ്ങളും നമ്മുടെ മരണകാരണമായി തീരുന്ന, നമ്മെ നിത്യ നരകത്തിനായി ഒരുക്കുന്ന നമ്മുടെ സകല അതിക്രമങ്ങളും നമ്മോട് ക്ഷമിക്കുന്നു. മാത്രമല്ല, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തിനെ ക്രൂശിൽ മായിച്ചു. സ്തോത്രം. ന്യായപ്രമാണം അനുസരിച്ച് നമ്മുടെ മേൽ വരേണ്ടതായ ശിക്ഷാവിധി നിയമങ്ങളെ ഇതാ മായിച്ചു കളയുകയാണ്. നമുക്കെതിരായി ശത്രു എഴുതിയിരുന്ന പ്രതികൾ മായിച്ചു കളയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിരോധമായി എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതികളുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഏതെന്നറിയാമോ? ന്യായപ്രമാണം ലംഘിക്കുന്നവർ പാപിയാണ്. തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴടയ്ക്കുമ്പോൾ നാം അനുഭവിക്കേണ്ട നമ്മുടെ ചാർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിരോധമായി എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം മായിച്ചു കളയുകയാണ്. പിശാചിനെ എങ്ങനെ നോക്കിയിരുന്നാലും അത് കാണുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത് കാണുകയില്ല. മാത്രമല്ല, സാത്താൻ തന്റെ സകല ആയുധങ്ങളും ക്രൂശിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് സറണ്ടർ ആകുകയാണ്. ഞാൻ കീഴ്പ്പെട്ടു എന്ന് പിശാചൻ തന്റെ കൂലമൊക്കെയും സമ്മതിക്കുന്ന സമയമാണ്. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു ഇതാ പിശാചിനെയും അവന്റെ ശക്തികളുടെ മേലും ജയോത്സവം കൊണ്ടാടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതേ, പുറം ലോകം നോക്കുമ്പോൾ പിടഞ്ഞു മരിക്കുന്ന ക്രിസ്തുവാണെങ്കിലും ആത്മലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ സെലിബ്രേഷൻ, ഒരു വലിയ ഉത്സവം അവിടെ ആഘോഷിക്കുകയാണ്, ആർത്തുഘോഷിക്കുകയാണ്. കർത്താവും ദൂതന്മാരും ഇതാ ഒരു ഉത്സവം ആചരിച്ചു കൊണ്ടിരിക്കുന്നു. ജയഭേരി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ ആയുധം വെച്ച് കീഴടങ്ങി പരാജയം സമ്മതിച്ച് തോറ്റോടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. യേശു ജയഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. യേശു ക്രിസ്തു ഇന്നലെ എന്ന വിഷയത്തിൽ വലിയ സംഭവങ്ങൾ നടക്കുന്നു. ഇതിലൂടെ നാമും ജയം പ്രാപിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ യേശു ക്രിസ്തുവിന്റെ കാൽവരി പാടുകളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ക്രൂശ് മരണത്തിലൂടെ നാം അനുഭവിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. പാപത്തിന്മേലും ശാപത്തിന്മേലും രോഗത്തിന്മേലും നമുക്ക് ജയം പ്രാപിക്കാൻ സാധിക്കുന്നു. മനുഷ്യവർഗത്തെ പരാജയത്തിലേക്ക് നയിക്കുന്ന സാത്താന്റെ എല്ലാവിധമായ ആയുധങ്ങളും കീഴടങ്ങുകയാണ്. ഈ യേശു ക്രിസ്തുവിന്റെ കാൽവരിയെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുതിയ ജീവൻ ഉണ്ടാകുന്നു, ഒരു പുതിയ ചൈതന്യം ഉണ്ടാകുന്നു, ഒരു അനുഗ്രഹം ഉണ്ടാകുന്നു, ഒരു വലിയ പ്രത്യാശ ഉണ്ടാകുന്നു. മാത്രമല്ല, പിന്നെ എന്താണ് സംഭവിക്കുന്നറിയാമോ? നീതിയും കരുണയും തമ്മിൽ കാണുന്ന സ്ഥലമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ നീതി കാൽവരിയിൽ നിവർത്തിക്കുകയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് പറയുമ്പോൾ നാം മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവനീതി വെളിപ്പെടുത്തുകയാണ്. ഒരു നീതിയുള്ള ന്യായാധിപതി നമ്മുടെ പാപങ്ങളെ ഇതാ ക്രൂശിൽ ന്യായം വിധിക്കുകയാണ്. ക്രൂശിൽ ഒരു വലിയ ന്യായവിധി നടത്തുകയാണ്. മാത്രമല്ല, ദൈവത്തിന്റെ കരുണ വെളിപ്പെടുത്തുന്നു. നീതിയും കരുണയും തമ്മിൽ ചുംബിക്കുന്ന ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ദൈവത്തിന്റെ കരുണ ഇറങ്ങി വരുന്നു, ദൈവത്തിന്റെ ന്യായവിധിയും വെളിപ്പെടുകയാണ്. മാത്രമല്ല, ദൈവസഭയെ ആത്മാവിൽ ക്രിസ്തുവ് കാണുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ സന്തതിയെ കണ്ടുകൊണ്ട് ദീർഘായുസ് പ്രാപിച്ചുവെന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന്റെ പ്രാണനൊരു അകർത്തിയാഗമായി അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിച്ചു. അവൻ ആത്മാവിൽ ദൈവത്തിന്റെ സഭയെ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ഒരു ഉത്ഭവ സ്ഥാനം കൂടെയാണ് കാൽവരി ക്രൂശ്.
ദൈവത്തിന് സ്തോത്രം. ദൈവസഭ ഉരുവാകുകയാണ്. ഒന്നാമത്തെ ആദാമിന്റെ നിദ്ര നിമിത്തം ഇതാ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് ഹവ്വയെ സൃഷ്ടിക്കുന്നത് പോലെ രണ്ടാമാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണമാകുന്ന നിദ്രയിലൂടെ ഒരു സഭയ്ക്ക് രൂപം നൽകുകയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തേജസ്സേറിയ സഭയെ ആത്മാവിൽ കണ്ടുകൊണ്ടായിരുന്നു കർത്താവ് യേശു ക്രിസ്തു ഇതാ സകലവും നിവർത്തിച്ചു എന്ന് പറയുന്നതും ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലൂടെ തേജസ്സേറിയ ഒരു സഭ രൂപം കൊള്ളുകയാണ്. അതുകൊണ്ടാണ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടമെന്ന് കർത്താവ് യേശു ക്രിസ്തു തന്റെ സഭയെ കുറിച്ച് പറയുന്നത്. സ്വന്തം രക്തത്താൽ നാം കർത്താവിന്റെ സമ്പാദ്യമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മെ സമ്പാദിക്കാൻ വേണ്ടി തന്റെ ശരീരമിത അടിച്ചു തകർക്കപ്പെടുകയാണ്. നമ്മെ സമ്പാദിക്കാൻ വേണ്ടി തന്റെ രക്തമെല്ലാം വാർന്നു പോവുകയാണ്. നമ്മെ സമ്പാദിക്കാൻ വേണ്ടി താൻ ഇതാ പിതാവിനാൽ കൈവിടപ്പെടുന്നു, ശിഷ്യന്മാരാൽ കൈവിടപ്പെടുന്നു, എല്ലാവരാലും ഒറ്റപ്പെടുന്നു. ഹൃദയം പൊട്ടി ശരീരത്തിൽ തന്റെ രക്തമെല്ലാം വാർന്നൊഴുകുന്നു. ഒടുവിലായി പടയാളികൾ ഒരുവൻ വന്നിതാ തന്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കുമ്പോൾ രക്തമെല്ലാം ഒഴുകിയതിനു ശേഷം ഇതാ വെള്ളം വരികയാണ്. അവൻ ആശ്ചര്യപ്പെടുകയാണ്, ഒരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. രക്തമെല്ലാം നമുക്ക് വേണ്ടി ഒഴുകി, അതെ, ഒടുവിൽ വെള്ളം ഒഴുകുകയാണ്. എന്താണ് ചെയ്യുന്നത്? എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വേണ്ടതെല്ലാം നിവർത്തിച്ചു. ഇതിലൂടെ നാം എന്താണ് ചെയ്യേണ്ടത്? യേശു എനിക്കായി മരിച്ചു, യേശു എനിക്കായി കാൽവരിയിൽ തകർക്കപ്പെട്ടു. ഇതിലൂടെ ഞാൻ കർത്താവിന് സ്വന്തമായി തീരുകയാണ്. ഇനിയും കർത്താവിന് സ്വന്തമാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിന് സ്വന്തമെന്ന് പറയാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. യേശുവേ, നീ എനിക്ക് സ്വന്തം, ഞാൻ നിനക്ക് സ്വന്തം എന്ന് പറയുവാൻ തക്കണം വലിയൊരു ബന്ധത്തിലേക്ക് ക്രൂശ് മരണം നമ്മെ കൊണ്ടുവരികയാണ്. അത് പൂർണ്ണമായി നിവർത്തിക്കപ്പെടുന്നത് നിത്യതയിലത്രേ പ്രിയരെ. മുൾമുടി ധരിച്ചുകൊണ്ട്, അതെ, മുൾക്കിരീടം ധരിച്ചുകൊണ്ട് പ്രാണവേദനയിലായി മനുഷ്യവർഗത്തിന് വേണ്ടി സകലം നിവർത്തിച്ച കർത്താവ്, ആ കർത്താവിനെ നാം ഇനി തേജസ്സോടെ കാണാൻ പോവുകയാണ്. പൊന്മുടി ധരിച്ചവനായി കാണാൻ പോവുകയാണ്. തേജസ്സേറിയവനായി കാണാൻ പോവുകയാണ്. ആ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന നാളുകളാണ്. കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ സുദിനം ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം, നമ്മെ തന്നെ അതിനായി ഒരുക്കി കാത്തിരിക്കാം. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അതെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ ശബ്ദം ഇതാ വാതിൽക്കലായിരിക്കുന്നു. കാഹളം ധ്വനിക്കാറായി, മരിച്ചവർ ഉയർപ്പിക്കപ്പെടാറായി. നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ദൈവകരം നമ്മെ ഇതിനായി സമർപ്പിച്ചു കൊടുക്കാം പ്രിയരെ. ഹല്ലേലൂയ.